പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലെ നല്ലൊരു പാൽപുട്ട് തയ്യാറാക്കി എടുക്കാമേ. പേടമുട്ടായിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു പാൽപുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അവസാനം വരെയും ഇതിനകത്ത് കുറച്ച് ടിപ്പുകളൊക്കെ പറയുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പം പുട്ടിന് ആവശ്യമായിട്ടുള്ള 4 പേർക്കുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുട്ട് നനയ്ക്കാനുള്ള പാല് മാത്രം 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5-6 കുങ്കുമപ്പൂവും കൂടി ഇട്ട് പാല് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക. പാല് ആറിയ ശേഷം മാത്രമേ പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാവൂ. ഞാനിപ്പം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പുട്ടുപൊടിയാണ്, കടയിൽ നിന്ന് മേടിച്ചതല്ല. ഞാൻ ഏകദേശം 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുപോലെ തന്നെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ ശേഷം തിളപ്പിച്ചാറിയ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് പുട്ട് നമുക്ക് നനച്ചെടുക്കാവുന്നതാണ്. പുട്ട് നല്ലതായിട്ട് ആ മാവ് ഇങ്ങനെ കട്ട പിടിക്കുന്ന ഒരു സ്റ്റേജിലെത്തും. അന്നേരമാണ് പുട്ട് നനച്ചത് കറക്റ്റായി എന്ന് നമ്മൾ അറിയുന്നത്. പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ മാത്രമായിട്ടേ ഒഴിച്ചു കൊടുക്കാവൂ. പുട്ടുപൊടിക്കനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിൻ്റെ അളവിലും വ്യത്യാസം വരും. കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണെങ്കിൽ ഇത്രയും കട്ട കിട്ടില്ല. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, ഈ പുട്ടുപൊടി മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് കൊടുത്ത് പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടോ, കറക്റ്റായിട്ട് ആ പുട്ടുപൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുന്നതിൻ്റെ പ്രയോജനം ഞാൻ പറഞ്ഞില്ല, പുട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനിയും ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നല്ലതായി യോജിപ്പിച്ച ശേഷം നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ആ തേങ്ങയുടെയൊക്കെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പുട്ടുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങ് ടൈറ്റാക്കി വെക്കരുത്. ലൂസായിട്ട് തന്നെ മാവ് ഇട്ട് കൊടുക്കാവൂ. എങ്കിലേ കറക്റ്റായിട്ട് പുട്ട് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. വെള്ളം നല്ലതായിട്ട് തിളച്ച ശേഷം മാത്രമേ പുട്ടുകുറ്റി അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് പുട്ട് തയ്യാറാക്കി എടുക്കാവൂ. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് വെച്ച് കൊടുക്കരുത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറക്റ്റ് പുട്ട് നമുക്ക് റെഡിയായി കിട്ടും. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുട്ട് തന്നെയാണ്. ഇനിയും ഇതൊന്നുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടി നമ്മൾ പുട്ട് നനച്ചതിൻ്റെ ബാക്കി ആ പാല് അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അതിൽ നിന്ന് ഓരോ സ്പൂൺ എടുത്ത് ഇതിന് മുകളിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചു മാത്രം. ശരിക്കും പറഞ്ഞാൽ ഈ പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ. പേടമുട്ടായി നമ്മൾ കഴിക്കത്തില്ലേ, ആ ടേസ്റ്റ് തന്നെയാണേ. എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാനും അതുപോലെ തന്നെ പാലിലൊന്ന് തയ്യാറാക്കി എടുക്കാനും ഒക്കെ ശ്രദ്ധിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് നമുക്ക് തയ്യാറായി കിട്ടും. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ പാൽപുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.